ഇപ്പോൾ കാർത്തികപ്പള്ളി സ്കൂളിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ അക്രമ സമരം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉപേക്ഷിക്കാനിരുന്ന കെട്ടിടം തകർന്നു വീണതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം. അക്രമ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അക്രമത്തിലേക്ക് തിരികുകയും ചെയ്ത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ BJP പ്രവർത്തകരും ഗേറ്റുകൾ തല്ലിത്തകർത്ത് സ്കൂളിലെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിൽ ഒരു ന്യായവുമില്ലാത്ത സമരമെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരു കെട്ടിടം അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു, അത് പൊളിക്കാനിട്ടിരുന്ന കെട്ടിടം അത് മഴയത്ത് തകർന്നു വീണത് വലിയ വിഷയമാക്കി മാറ്റുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ. യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും അടക്കം വലിയ തരത്തിലുള്ള അക്രമ സമരമാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായി തന്നെ വേണം ഇത്തരം സമരങ്ങളെയും കാണേണ്ടത്. ഏതായാലും അക്രമ സമരമാണ് നടത്തുന്നത്. പോലീസ് കൃത്യമായി തന്നെ നേരിടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ BJP പ്രവർത്തകരും സ്കൂളിന്റെ ഗേറ്റ് അടക്കം തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേരളം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അക്രമ സമരവുമായി കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് മുന്നിലെത്തുകയും ചെയ്തത്. അപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് കാർത്തികപ്പള്ളി സ്കൂളിന് മുന്നിൽ നിന്ന്. ഷാജഹാൻ, എന്താണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കാട്ടിയ അക്രമം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊളിക്കാനിട്ടിരുന്ന ഒരു കെട്ടിടം ഇന്നലത്തെ മഴയിൽ തകർന്നു വീണു. അത് ഏതോ വലിയ ഗുരുതരമായ കുറ്റമാണെന്ന രീതിയിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഈ സമരത്തെയും കാണേണ്ടതുണ്ട്. ഷാജഹാൻ, തീർച്ചയായിട്ടും സിജു, ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്നലെ ശക്തമായ മഴയിൽ നമുക്കറിയാം കുറച്ചു കാലങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുള്ള മഴയിലാണ് ആ കെട്ടിടം തകർന്നു വീണത്. പക്ഷേ അതിനുശേഷം അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം നടന്നു വരികയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം പ്രവർത്തനം സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ പോലും അകത്ത് കയറില്ല, രക്ഷകർത്താക്കളും കുട്ടികളും മാത്രം കയറിയാൽ മതിയെന്ന കർശന നിർദ്ദേശവും പോലീസ് ബന്ദോബസ്തിലുമായിരുന്നു സ്കൂൾ. പക്ഷേ അതിനുശേഷം BJP പ്രതിഷേധം പോലും അവർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചില്ല. എന്നാൽ അതിനുശേഷം യൂത്ത് കോൺഗ്രസും DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ സ്കൂളിനുള്ളിലേക്ക് കയറി വരികയായിരുന്നു. 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളാണ്. കുട്ടികളൊക്കെ തന്നെ ഓരോ ക്ലാസ്സിലും ഈ ബഹളവും ഈ പരസ്പരം സംഘർഷവും നമുക്കത് കാണാൻ സാധിച്ചത്. ഈ കുട്ടികൾ ഇതിൽ കരയുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുറിയും അടച്ചുപൂട്ടിയ അധ്യാപകർ കുട്ടികളെ ഈ സംഭവങ്ങളൊന്നും ഈ കോൺഗ്രസിന്റെ ഇതിനുള്ളിൽ നടത്തിയ അക്രമങ്ങളൊന്നും കാണിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വാതിലുകളൊക്കെ അടച്ചുപൂട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഇത് ചോദ്യം ചെയ്യാനായിട്ട് SMC പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമത്തെ ചോദ്യം ചെയ്യാൻ SMC പ്രവർത്തകർ എത്തിയിരുന്നു. അവരെ കയ്യേറ്റം ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. രാവിലെ ഇവിടെ ഭക്ഷണം കുട്ടികൾക്ക് ഒരുക്കിയിരുന്ന ഭക്ഷണശാലയും ഒക്കെ തകർത്തുകൊണ്ടാണ് KSUവും കോൺഗ്രസും കൂടി ഇപ്പോൾ ഇവിടെ അതിക്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ അതിക്രമത്തിന് ശേഷം കുട്ടികളുടെ ഭക്ഷണശാല അടിച്ച് തകർത്തോ? അതെ, അവർക്ക് ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണശാല അടിച്ച് തകർത്തതിന് ശേഷമാണ് അവരിപ്പോൾ SMC പ്രവർത്തകർക്ക് നേരെ സംഘർഷമായിട്ട് നമുക്കറിയാവുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി. രമേശ് ചെന്നിത്തല ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിന്റെ കുട്ടികളെ ഇങ്ങോട്ട് കയറ്റുന്നതിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് വരുന്നതിന് വേണ്ടി കാത്തിരുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളിൽ നടക്കുന്നതിനിടയിലാണ് ഈ പ്രവർത്തനം നടക്കുന്ന സ്കൂളിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ കടന്നു കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയിരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധമെന്ന് പറയാൻ കഴിയില്ല, ഇത് അക്രമം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കാരണം സ്കൂൾ കുട്ടികളുടെ ഭക്ഷണശാല അടക്കം അടിച്ചു തകർക്കുക, കഴിഞ്ഞ ദിവസം വിതുരയിൽ ആംബുലൻസ് തടഞ്ഞ് ഒരു ജീവൻ എടുക്കുക, വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് പുട്ടടിക്കുക, അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ശ്രമങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചത് ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുന്ന വിതുരയിൽ യുവാവിന്റെ മരണത്തിനിടയാക്കിയ യൂത്ത് കോൺഗ്രസ്, അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ആണ് ഇന്നിപ്പോൾ സ്കൂളിന്റെ ഭക്ഷണശാല അടിച്ചു തകർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ കൃത്യമായി തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലായത്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? ഷാജഹാൻ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസുമൊക്കെ ഈ സ്കൂളിൻ്റെ അകത്ത് കയറി അതിക്രമം നടത്തുന്നത്. പോലീസ് തടഞ്ഞിട്ട് പോലും അവരെ കയ്യേറ്റം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കിയിരുന്ന സ്ഥലമാണിത്. ഇതൊക്കെ തന്നെ അടിച്ച് തകർത്ത നിലയിലാണ്. ഇവിടെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ തന്നെ താഴെ കിടക്കുന്ന കാണാം, കോൺഗ്രസിൻ്റെ കൊടി കാണാം. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കിയിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ തന്നെ തല്ലിപ്പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറിയാണ് ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനുള്ളിൽ കയറിയിട്ട് ഇത്ര വലിയ ഒരു അതിക്രമം കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, KSUക്കാരുണ്ട്, എല്ലാവരും അതുപോലെ തന്നെ BJP പ്രവർത്തകർ നേരത്തെ വന്നിട്ട് പോലും അവർ സ്കൂളിൻ്റെ പുറത്ത്
പ്രതിഷേധം നടത്തി മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇവർ പരസ്പരം വലിയ രീതിയിലുള്ള സംഘർഷം SMC പ്രവർത്തകരുമായിട്ട് നടന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്കൂളിനുള്ളിൽ സ്കൂൾ സമയത്ത് ആരും കടക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത്തരത്തിൽ പോലീസ് കനത്ത ബന്ദോബസ്തിലുമായിരുന്നു. പക്ഷേ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ തകർത്തുകൊണ്ടാണ് KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ നേതാക്കൾ ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ കരച്ചിൽ നമുക്ക് ആ സമയത്ത് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു UPS സ്കൂളാണിത്. ഇതിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ട്, LP വിഭാഗത്തിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനുള്ളിലേക്കാണ് ഇത്തരത്തിലുള്ള അതിക്രമം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. ഓരോ ക്ലാസ് മുറിച്ചിട്ടുകൊണ്ട് കുട്ടികൾക്ക് ഇതൊന്നും ഇപ്പോൾ ഈ സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കണോ? ക്ലാസ് നടക്കുന്നില്ല. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ അന്നം മുടക്കും, ആദിവാസി യുവാവിൻ്റെ ജീവനെടുക്കും, ദുരന്തബാധിതരുടെ ഫണ്ട് അടിച്ചു മാറ്റും. അങ്ങനെയാണ് ഒരു കോൺഗ്രസിൻ്റെ യുവജന സംഘടനയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാർത്തികപ്പള്ളി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ പൊളിക്കാനിട്ടിരുന്ന സ്കൂളിൻ തകർന്നു വീണത് വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് അക്രമ സമരം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസും KSUവും BJPയും. കുട്ടികളുടെ ഭക്ഷണപ്പുര അടിച്ചു തകർക്കുക, കരുതി വച്ചിരുന്ന ഭക്ഷണപാത്രങ്ങൾ ഭക്ഷണം തല്ലി തകർക്കുക, അങ്ങനെ പോകുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഇതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തബാധിതരുടെ ഫണ്ട് അടിച്ചു മാറ്റിയ, വിതുരയിൽ ആദിവാസി യുവാവിൻ്റെ ജീവനെടുത്ത യൂത്ത് കോൺഗ്രസ് തന്നെയാണിപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കൈകോർത്ത് തന്നെയാണ് BJPയും യൂത്ത് കോൺഗ്രസും എല്ലാം. വിവരങ്ങളാണിപ്പോൾ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, എന്താണിപ്പോൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളടക്കം അവിടെ എത്തിച്ചേരുന്നുണ്ടല്ലോ? നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സുജു, ഇപ്പോൾ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടനവധി രക്ഷകർത്താക്കളൊക്കെ തന്നെ സംഭവം നടന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ വളരെയധികം ആശങ്കയിലാണ്, ഭയത്തിലാണ്, ഭീതിയിലാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിക്രമിച്ച് ഒട്ടനവധി ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് തന്നെ വളരെയധികം കുട്ടികളെ വളരെയധികം ഭയത്തിലാഴ്ത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇതിനുശേഷം ഈ കാർത്തികപ്പള്ളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ഇവർ ഈ അക്രമം നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾ LP ക്ലാസ്സിലും UP ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിലവിളിക്കുകയായിരുന്നു. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവരുടെ ഭക്ഷണം വലിച്ചെറിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും ഒന്നും തന്നെ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം, കുട്ടികൾ ഇങ്ങനെ വളരെയധികം ഭയത്തോടുകൂടി ഇതിനുള്ളിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ കുട്ടികൾ നമുക്ക് കാണാം ഓരോ മുറിയും അടച്ചിട്ടുകൊണ്ടാണ് രക്ഷകർത്താക്കൾ ഇപ്പോൾ അകത്ത് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ വളരെയധികം ആശങ്കയിലും ഭീതിയിലുമാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് ഈ സ്കൂളിനുള്ളിൽ അതിൻ്റെ ജനലൊക്കെ പറഞ്ഞതാണ്. ഈ LKG ഇപ്പോൾ നേരത്തെ ഷാജഹാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗുരുതരമാണ്. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ LP മാത്രമല്ല, LKGയിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്, തീരെ ചെറിയ കുഞ്ഞുങ്ങൾ. അവരുടെ മുന്നിലാണ് ഈ അക്രമ സമര യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്നത്. വിദ്യാർത്ഥികളുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടക്കും, സ്കൂൾ കുട്ടികളുടെ അന്നം മുടക്കും, ദുരന്തബാധിതരുടെ ഫണ്ട് അടിച്ചു മാറ്റും, ആദിവാസി യുവാവിൻ്റെ ജീവനെടുക്കും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് യൂത്ത് കോൺഗ്രസും കരുതുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, അവിടെ ഈ അക്രമത്തിന് നേതൃത്വം നൽകാനെത്തിയത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരാണ് എന്നുള്ളതാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ആ സ്കൂളിന് മുന്നിൽ അക്രമം നടത്തരുത് എന്ന ബോധ്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഒരു യുവജന സംഘടന മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടുള്ളത്. ഈ അധ്യാപകർക്ക് നേരെയും ഈ അക്രമം അഴിച്ചുവിട്ടോ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ? തീർച്ചയായിട്ടും ഇവിടുത്തെ SMC എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ്. ഇവരെ തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഈ SMC പ്രവർത്തകരെ അടക്കം ഇപ്പോൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. ടീച്ചേഴ്സൊക്കെ തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. എല്ലാവരും വളരെയധികം ഒരു ഭയപ്പാടിലാണ്. കാര്യം, അത്ര വലിയൊരു അക്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളുടെ കുടിവെള്ള പൈപ്പ് അടിച്ചു തകർത്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് സ്കൂളിൻ്റെ
പുറകുവശത്തുള്ള കുടിവെള്ള പൈപ്പ് അടിച്ച് തകർത്തു. ഭക്ഷണ സാധനങ്ങൾ കുട്ടികളുടെ രാവിലത്തേക്കും അതോടൊപ്പം തന്നെ അതിനുശേഷവും കഴിക്കേണ്ട ഭക്ഷണശാലകളൊക്കെ തന്നെ അടിച്ചു പൊളിച്ചു. ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പൂർണ്ണമായിട്ടും ഈ ഭാഗത്തായിരുന്നു അക്രമം നടന്നത്. ഇവിടെ ഈ ബെഞ്ചും ഡെസ്കുമൊക്കെ എടുത്ത് പരസ്പരം അധ്യാപകരെയും SMC പ്രവർത്തകരെയും ഒക്കെ തന്നെ എറിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്ര വലിയൊരു ഗുരുതരമായ രീതിയിലുള്ള ഒരു അക്രമമാണ് നമുക്ക് ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ കാണാം. അവരുടെ കൊടികളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നു. ഇതിൻ്റെ അകത്ത് വലിയ ഒരു അക്രമ സമരമായിരുന്നു അല്പസമയം മുൻപ് നടന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ പാത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ 1 കിലോമീറ്റർ ദൂരെ കിടക്കുന്നത്. ഇത്തരത്തിൽ കുട്ടികളുടെ ഭക്ഷണം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു സമരത്തെയാണ്, അക്രമ സമരത്തെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് നടത്തിയിരിക്കുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഭരിക്കുന്നത്, ഈ മണ്ഡലം ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസ് ഈ പഞ്ചായത്ത്, അതായത് പുതിയ കെട്ടിടം പണിതിട്ടും അതിന് അംഗീകാരം കൊടുക്കാത്തത് ചിങ്ങാവി പഞ്ചായത്താണ്. ഇത്തരത്തിൽ എല്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ MLA ഒക്കെ ഭരിക്കുന്ന ഒരു മണ്ഡലത്തിൽ തങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു അക്രമ സമരം നടത്തി. ഷാജി, ഏതായാലും ഇപ്പോൾ ഷാജി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അക്രമമാണ്, ഗുണ്ടായിസമാണ് എന്ന് തന്നെ പറയാം. സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വാട്ടർ പൈപ്പ് അടിച്ചു തകർത്തു. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കരുതി വെച്ചിരുന്ന പാത്രങ്ങൾ വലിച്ചെറിഞ്ഞു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. അധ്യാപകരെ ഭീഷണിപ്പെടുത്തി ക്ലാസ്സുകളിൽ നിന്ന് പുറത്താക്കി. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയെ ഗുണ്ടകളെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാനാവുക? LKG ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തീരെ കുഞ്ഞുങ്ങൾ മുതലുള്ള ആ സ്കൂളിലാണ്, കാർത്തികപ്പള്ളി സ്കൂളിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ അക്രമം. അതിന് നേതൃത്വം നൽകുന്നത് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ. ഇത് പോലീസ് വലിയ സംയമനം പാലിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം അക്രമം കാട്ടിയ ഒരു യൂത്ത് കോൺഗ്രസിനോട് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഗുണ്ടകളെ നേരിട്ട അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ ഗുണ്ടകളെ പോലെ പെരുമാറി എന്നും പോലീസിനെ പോലെ പെരുമാറി എന്ന് പറയേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.